രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന വിരുന്നിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നു. സർക്കാരിനെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആരും പങ്കെടുത്തില്ല. ഔദ്യോഗിക ക്ഷണമുണ്ടായിട്ടും പ്രതിപക്ഷ നേതാവ് അടക്കം UDF നേതൃനിരയിൽ നിന്നും ആരും ഉണ്ടായില്ല. എന്നാൽ BJPയിൽ നിന്ന് O രാജഗോപാലും കുമ്മനം രാജശേഖരനും വിരുന്നിൽ പങ്കെടുത്തു. സർക്കാരും രാജ്ഭവനും തമ്മിലെ അകൽച്ച അനുദിനം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ ഭാഗമായി ഗവർണർ സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിട്ടുനിന്നു. ചീഫ് സെക്രട്ടറിയോ DGPയോ പോലും പങ്കെടുത്തില്ല. സർക്കാരിനെ പ്രതിനിധീകരിച്ച് സെക്രട്ടറി റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരാരും പങ്കെടുത്തില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ നടപടിയോടുള്ള അതൃപ്തിയാണ് വിരുന്നിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതിന്റെ കാരണമെന്ന് സൂചന. ഗവർണറെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിലും CPM നേതൃത്വം രൂക്ഷമായാണ് വിമർശിക്കുന്നത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വേദിയിൽ പലവട്ടം കണ്ടിട്ടും പരസ്പരം മുഖം നോക്കാതെ നിൽക്കുന്നതും ശ്രദ്ധേയമാണ്. ഇരുവർക്കുമിടയിലെ ഭിന്നത പാരമ്യതയിൽ എത്തി നിൽക്കുകയാണ്. രാജ്ഭവനിലെ വിരുന്നിനായി സർക്കാർ 20 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ അനുരഞ്ജനത്തിന് തയ്യാറായി എന്ന സൂചനയാണുണ്ടായത്. എന്നാൽ ഗവർണറാകട്ടെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകുന്നതാണ് നയപ്രഖ്യാപനത്തിലും റിപ്പബ്ലിക് ദിന ചടങ്ങിലും കണ്ടത്. സർക്കാരും ഗവർണറും തമ്മിൽ ഉടൻ ഒരു മഞ്ഞുരുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താകുന്നു. എന്നാൽ പ്രതിപക്ഷത്തിനും ഔദ്യോഗിക ക്ഷണമുണ്ടായെങ്കിലും UDF നേതാക്കൾ ആരും വിരുന്നിൽ പങ്കെടുത്തില്ല. BJPയിൽ നിന്ന് മുതിർന്ന നേതാക്കളായ O രാജഗോപാലും കുമ്മനം രാജശേഖരനും പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.